അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിലി വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാമി ലിതഅ്കുലൂ ഫരീഖം മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. സദഖല്ലാഹുൽ അലിയുൽ അദീം. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നോമ്പിനെക്കുറിച്ചാണ് പറഞ്ഞത്. നോമ്പിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് അള്ളാഹു ഖിസാസിൻ്റെ നിയമവും അതുപോലെ അനന്തര സ്വത്ത് വിട്ടേച്ചു പോകുന്ന ആളോട് വസിയത്ത് ചെയ്യണം എന്ന നിയമവുമാണ് അള്ളാഹു പറഞ്ഞത്. അന്യായമായ രീതിയിൽ ധനം അപഹരിക്കപ്പെടാനും നിരപരാധികൾ വധിക്കപ്പെടാനും ഒക്കെ കാരണമാകുന്ന ചില രീതികളെ അള്ളാഹു ആ നിയമങ്ങൾ മുഖേന അവസാനിപ്പിച്ചതാണ് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. നോമ്പിനെക്കുറിച്ച് പറഞ്ഞതിനെ തുടർന്ന് അള്ളാഹു വീണ്ടും പറയുന്നു, വലാ തഅ്കുലൂ, നിങ്ങൾ ഭക്ഷിക്കരുത്, അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങളുടെ ധനം നിങ്ങൾ ഭക്ഷിക്കരുത്, നിങ്ങൾക്കിടയിൽ ഹക്കല്ലാത്ത രീതിയിൽ, ബാത്തിലായ രീതിയിൽ നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങളുടെ ധനം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ അന്യോന്യം ഭക്ഷിക്കരുത്. വൽമഅന ലാ യൗക്കുലു ബഅലുക്കും മാല ബഅലിൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ ധനം ഭക്ഷിക്കാൻ പാടില്ല. ബിഗൈരി ഹക്കിൻ, ഹക്കല്ലാത്ത രീതിയിൽ, ബാത്തിലായ രീതിയിൽ, കളവ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പലിശയിലൂടെ സമ്പാദിക്കുന്നത്, ഇത്തരത്തിലൊക്കെ സമ്പാദിക്കുന്നതിനെയാണ് ബാത്തിലായ രീതിയിൽ ഉള്ള ധനം എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അന്യോന്യം ധനം ഭക്ഷിക്കരുത്. വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാമി ലിതഅ്കുലൂ ഫരീഖം മിൻ അംവാലിൻ നാസ്, ജനങ്ങളുടെ ഒരു വിഹിതം, ജനങ്ങളുടെ ഒരു ഓഹരി അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി, അത് നിങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി ഹുക്കാമുകളെ അഥവാ വിധികർത്താക്കളെ നിങ്ങൾ സമീപിച്ചുകൊണ്ട് അവരിലേക്ക് ധനം നീട്ടരുത്. വലാ തുദ്ലൂ ബിഹ, അപ്പോൾ തുദ്ലൂ ബിഹ എന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യം പറയുന്ന ലാമ്, ലാ തഅ്കുലു എന്നതിൻ്റെ ലാമ് ഇവിടെയും ആപ്ലിക്കബിളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വലാ തുദ്ലൂ ബിഹ, നിങ്ങൾ നീട്ടരുത് എന്നാണ്. ഇദ്ലാ എന്ന് പറഞ്ഞാൽ ഫിൽ അസ്ലി ഇർസാലുദ്ദൽവി ഫിൽ ബിയർ, കിണറ്റിലേക്ക് തൊട്ടി ഇറക്കുന്നതിനെക്കുറിച്ചാണ് ഇദ്ലാ എന്ന് പറയുന്നത്. വഹുവ ഹുന മജാസും ഫി തവസ്സുലി വദ്ദഫ, ഇവിടെ അത് ആലങ്കാരികമായിട്ട് വിധികർത്താക്കൾക്ക് ധനം ഓഫർ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഇവിടെ അള്ളാഹു പറയുന്നു, ലാ തദ്ഫഉ അംവാലക്കും ലിൽ ഹുക്കാമി ലിതഅ്കുലൂ ഫിഹാ ഫരീഖം മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മ്, അന്യായമായ രീതിയിൽ നിങ്ങൾ ജനങ്ങളുടെ ധനം തട്ടിയെടുക്കാൻ വേണ്ടി വിധികർത്താക്കൾക്ക് നിങ്ങൾ ധനം ഓഫർ ചെയ്യരുത്. ബിൽ ഇസ്മി വാന്തും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാപമാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വിധികർത്താക്കളെ നിങ്ങൾ സമീപിക്കാൻ പാടില്ല. ഇവിടെ ഇബ്നു അശൂർ റഹ്മഹുല്ല പറയുന്നു, ഫല്ലായത്തു ദല്ലത്ത് അലാ തഹരീമി അക്ലിൽ അംവാലി ബിൽ ബാത്തിൽ, ഒന്നാമതായി അള്ളാഹുവിടെ ഹറാമാക്കുന്നത് ബാത്തിലായ രീതിയിൽ, ഹക്കല്ലാത്ത രീതിയിൽ ധനം ഭക്ഷിക്കുന്നതാണ് ഹറാമാക്കുന്നത്. രണ്ടാമത്തത് വാലാ തഹരീമി ഇർഷായിൽ ഹുക്കാമിലി അക്ലിൽ അംവാൽ, ധനം നേടാൻ വേണ്ടി വിധികർത്താക്കളെ സമീപിച്ചുകൊണ്ട് അവർക്ക് വല്ലത് ഓഫർ ചെയ്യുന്നത് അള്ളാഹു ഹറാമാക്കുന്നു. ബിൽ ബാത്തിൽ, അന്യായമായ രീതിയിൽ ധനം നേടാൻ വേണ്ടി. മൂന്നാമത്തെ കാര്യം വാല അന്ന ഖലാ അൽ ഖാലി ലാ യുഗയ്യിറു സിഫത്ത അക്ലിൽ മാലി ബിൽ ബാത്തിൽ, ഒരു വിധികർത്താവ് വിധിച്ചു കഴിഞ്ഞാലൊന്നും ഒരു ധനത്തിൻ്റെ ഹാല് മാറുന്നില്ല. അത് നിങ്ങൾക്ക് അനുവദനീയമായ ധനമല്ല, നിങ്ങൾക്ക് അർഹതപ്പെട്ട ധനമല്ലെങ്കിൽ ഒരു വിധി കൊണ്ടൊന്നും അതിൻ്റെ സിഫത്ത് മാറുന്നില്ല. ഒരുപക്ഷെ ആ വിധി കൊണ്ട് നിങ്ങളുടെ കയ്യിൽ അതെത്താം, പക്ഷെ അപ്പോഴും അത് നിങ്ങൾക്ക് ഹലാലല്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്തുകൊണ്ടാണ് നിങ്ങളത് കൈക്കലാക്കുന്നത്. പലപ്പോഴും മതവിധി പോലും ഇത്തരത്തിൽ അന്യായമായ രീതിയിൽ ധനം നേടാൻ വേണ്ടി, നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ധനം നമ്മുടെ കയ്യിൽ എത്താൻ വേണ്ടി മതവിധി പോലും സമ്പാദിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ലീഗലൈസ് ചെയ്താലും ആ ധനത്തെ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മു സലമ
റളിയല്ലാഹുഅൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. കാലത്ത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അവർ പറയുന്നു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പ്രശ്നവുമായിട്ട് വന്നിട്ട്, വിധിക്ക് വേണ്ടി വന്നിട്ട് നിങ്ങൾ ചില വാദങ്ങളൊക്കെ നൽകി, നിങ്ങൾ ചില തെളിവുകളൊക്കെ നൽകി ഞാൻ ഒരാൾക്ക് അനുകൂലമായിട്ട് ചിലപ്പോൾ വിധിക്കും. വാദങ്ങളൊക്കെ കേട്ട് ഒരാൾക്ക് അനുകൂലമായിട്ട് വിധിക്കും. വലഅല്ല ബഅലക്കും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅലിൻ ഫഅഖ്ലി ലഹു അലാ നഹ്വി മിമ്മ അസ്മഉ ഫമൻ ഖതഅതു ലഹു മിൻ ഹഖ്ഖി അഖീഹി ഷൈഅൻ ഫലാ യഖുദ്ഹു ഫഇന്നമാ അഖ്തഉ ലഹു ഖിത്അതൻ മിൻ നാർ. അങ്ങനെ ഞാൻ ഒരാൾക്ക് അനുകൂലമായിട്ട് വല്ലതും വിധിച്ച് അയാൾക്ക് നൽകിക്കഴിഞ്ഞാൽ പ്രവാചകൻ പറയുന്നത്, അയാൾക്ക് ലഭിക്കുന്നത്, അയാൾക്ക് ഞാൻ വിധിച്ച് നൽകുന്നത് ഖിത്അതൻ മിൻ നാർ, ഒരു തീയിൻ്റെ കഷ്ണമാണ്, ഒരു നരകത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നൽകുന്നത്. അതുകൊണ്ട് വിധികർത്താക്കളെ സമീപിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിധി സമ്പാദിച്ച് അന്യായമായ രീതിയിൽ ധനം അപഹരിച്ചെടുക്കുന്നത് ഹറാമാണ്. ആ ധനം ഹറാമാണ്, അത് ഭക്ഷിക്കുന്നത് ഹറാമാണ്. ഈ കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ ആയത്തൊക്കെ ആയിട്ട് ഇതിന് ബന്ധമുള്ളതാണ്. ഖിബിലമാറ്റത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞത് ഹജ്ജിൻ്റെ വിഷയമാണ്. സഫാ മർവയുടെ ഇടയിൽ സഈ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, തെറ്റില്ല. പിന്നെ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ഹലാലാക്കിയതൊക്കെ നിങ്ങൾ ഭക്ഷിച്ചോളൂ. അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ജനങ്ങളുടെ ധനം അപഹരിക്കുന്ന നേതാക്കളെയും മതപണ്ഡിതന്മാരെയും കുറിച്ച് പറഞ്ഞു. പിന്നെ അള്ളാഹു ഖിസാസിൻ്റെ നിയമവും വസിയത്തിൻ്റെ കാര്യവും പറഞ്ഞു. പിന്നെ നോമ്പിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അള്ളാഹു ഈ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ അന്യോന്യം ബാത്തിലായ രീതിയിൽ ധനം അപഹരിക്കരുത്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, യസ് അലൂനക അനിൽ അഹില്ല, അവർ ചോദിക്കുന്നു, നിന്നോട് ചോദിക്കുന്നു, അഹില്ല, മാസങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അഹില്ല എന്നത് ഹിലാലിൻ്റെ പ്ലൂരലാണ്. ഹിലാൽ എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ചന്ദ്രനെക്കുറിച്ചാണ് ഹിലാൽ എന്ന് പറയുക. വഹു അവ്വലു ഹാലിൽ ഖമരി ഹീന യറാ ഉന്നാസ്, ജനങ്ങൾ കാണുന്ന ആദ്യത്തെ ഫേസാണ് ചന്ദ്രൻ്റെ. ഹിലാലിന് അങ്ങനെ പേര് വരാൻ കാരണം, അഹല്ല എന്ന് പറഞ്ഞാൽ ഇദാ റഫഅ സൗത്ത്, ഒരാൾ ശബ്ദമുയർത്തുന്നതിനെക്കുറിച്ചാണ് അഹല്ല എന്ന് പറയുക. ഈ സൂറയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അമാ ഉഹില്ല ബിഹീലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർപ്പിച്ചത്, അവരുടെ പേര് ഉച്ചരിച്ചത്. അവിടെ അഹല്ല, ഉഹില്ല എന്ന വാക്കാണ് വന്നത്. ഹിലാൽ എന്ന് ശബ്ദം, അഹല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ശബ്ദം ഉയർത്തുന്നതാണ്. ഹിലാൽ എന്ന് അങ്ങനെ വാക്ക് വരാൻ കാരണം ലിയന്നവും കാനു ഇദാ റൗൽ ഹിലാല നാദ ബഅലുഹും ബഅല, അവർ പരസ്പരം വിളിച്ച് കൊരവയിട്ട് ശബ്ദമുയർത്തിയിരുന്നു ആദ്യത്തെ ചന്ദ്രനെ കാണുമ്പോൾ. അതുകൊണ്ടാണ് അതിന് ഹിലാൽ എന്ന് പേര് വരാൻ കാരണം. അൽ അഹില്ല എന്ന് പ്ലൂറലായിട്ട് ഇവിടെ പറഞ്ഞത് മാസങ്ങളെക്കുറിച്ചാണ്. 3 മാസങ്ങളെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. പവിത്രമായ 3 മാസങ്ങൾ. ഒന്ന് ദുൽഖഅദാണ്, ഹജ്ജിന് വേണ്ടി തയ്യാറായി ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന മാസമാണത്. രണ്ടാമത്തെ മാസം ദുൽഹിജ്ജ, ഹജ്ജിൻ്റെ തന്നെ മാസം, ഹജ്ജ് ചെയ്യുന്ന മാസം. മൂന്നാമത്തത് ഹജ്ജൊക്കെ കഴിഞ്ഞ് വിരമിച്ച് ആളുകൾ വരുന്ന മാസമാണ്, അത് മുഹറമാണ്. ഇങ്ങനെ 3 മാസം ഇസ്ലാമിൽ പവിത്രമായ മാസമാണ്. മറ്റൊരു പവിത്ര മാസം റജബാണ്. റജബിൽ സവിശേഷമായ ചില ബലികർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൽ അത്തീറ എന്ന പേരുള്ള ബലികർമ്മമുണ്ട്. അതുപോലെ റജബ് മാസത്തിൽ അവർ യുദ്ധം ചെയ്തിരുന്നില്ല. നേരത്തെ പറഞ്ഞ 3 മാസവും യുദ്ധം ചെയ്തിരുന്നില്ല, അത് പവിത്ര മാസമാണ്. ആ 3 മാസത്തെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. ആ 3 മാസത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നത് അതിലെ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയുടെ സമയത്ത്, ഹുദൈബിയ സന്ധി ഉണ്ടാകുന്നത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെ, 1500-2000 ആളുകളെയും കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് പോയപ്പോൾ അതിനെ തടയുകയും, പ്രവാചകൻ ആയുധമൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ മക്കക്കാർ തടയുകയും അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ധിയിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. വലിയ ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിയിൽ അവരുമായിട്ടുണ്ടാക്കിയ കരാറിൽപ്പെട്ട ഒന്നാണ്, ഏത് ട്രൈബിനും പ്രവാചകൻ്റെ കൂടെ ചേരാനും സ്വാതന്ത്ര്യമുണ്ട്, അതല്ല മക്കയിലെ ഖുറൈശികളോടൊപ്പം ചേരാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന ഒരു കരാർ. ഇതുവരെ 2 പക്ഷത്തും ചേർന്നിട്ടില്ലാത്തവർക്ക് ഇനി പുതിയതായിട്ട് പ്രവാചകൻ്റെ കൂടെയോ ഖുറൈശികളുടെ കൂടെയോ ചേരാം എന്ന ഒരു കണ്ടീഷൻ വെച്ചിരുന്നു.
മറ്റൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നത് ഈ വർഷം ഉംറ ചെയ്യരുത്, ഈ വർഷം നിങ്ങൾ തിരിച്ചു പോകണം, ആയുധങ്ങളൊന്നുമില്ലാതെ അടുത്ത വർഷം വന്നുകൊണ്ട് ഉംറ ചെയ്യാം എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. മറ്റൊന്ന്, പ്രവാചകൻ്റെ അടുത്തേക്ക് ആര് ഖുറൈശികളുടെ അടുക്കലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും തിരിച്ചയക്കണം. അതേസമയം പ്രവാചകൻ്റെ കൂടെയുള്ള ആർക്കും തിരിച്ച് ഖുറൈശികളുടെ കൂടെ ചേരണമെന്നുണ്ടെങ്കിൽ, മക്കയിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അതിനെ അനുവദിക്കണം. ഇങ്ങനെ അതുപോലെ അടുത്ത 10 വർഷത്തേക്ക് യുദ്ധം പാടില്ല. രണ്ട് പക്ഷത്തുമുള്ള കക്ഷികൾ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കണ്ടീഷനൊക്കെ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ആ വർഷം ഉംറ ചെയ്യാതെ തിരിച്ചു വരുന്നത്. പിന്നെ അടുത്ത വർഷമാണ് ഉംറക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2000-ഓളം ആളുകളെയും കൂട്ടിയിട്ട് പിന്നെയും പോകുന്നത്. ആദ്യ തവണയും പ്രവാചകൻ 2000-ഓളം ആളുകളെ കൂട്ടിയിട്ടാണ് ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ഉംറ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2000-ഓളം ആളുകളും 60 ഒട്ടകം ബലിമൃഗങ്ങളും ഒക്കെയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ ഉദ്ദേശിച്ച് തന്നെയാണ് പോയത്. ആയുധമൊക്കെ എടുത്തിട്ടാണ് പോയത്. അവർ തടയാനുള്ള സാധ്യതയൊക്കെ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് എന്നതാണ് ഇതിൻ്റെ സബബുൻ നുസൂലിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്വഹാബികൾ ചോദിക്കുന്നത്, ഈ പവിത്ര മാസങ്ങളിലുള്ള യുദ്ധമുണ്ട്, അവരിങ്ങോട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് യുദ്ധം ചെയ്യാൻ പറ്റുമോ? പവിത്രതയുള്ള മാസമാണല്ലോ. മാത്രവുമല്ല, പവിത്ര മാസത്തിൻ്റെ വിഷയത്തിൽ അറബികൾ ചില പ്രത്യേക പ്രാക്ടീസ് ചെയ്തിരുന്നു. നസീ എന്ന് പറഞ്ഞുകൊണ്ട് സൂറ തൗബയിൽ വരുന്നുണ്ട്, നമുക്കവിടെ വിശദീകരിക്കാം. അള്ളാഹു അവിടെ പറയുന്നുണ്ട്, ഇന്നമൻ നസിയു സിയാദത്തും ഫിൽ കുഫർ. അവരൊരു മാസത്തിൻ്റെ പവിത്രത എടുത്തുകൊണ്ട് മറ്റൊരു മാസത്തിന് നൽകുക. അതുപോലെ ഹജ്ജ് ഒരു പ്രത്യേക സീസണിൽ കിട്ടാൻ വേണ്ടി മാസങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ അവർ ചെയ്തിരുന്നു. അള്ളാഹു പറഞ്ഞു, അത് കുഫർ മാത്രമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതലേ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ 12 അതിൽ 4 മാസം പവിത്രമാണ്. റജബ് ഉൾപ്പെടെ ഹജ്ജിൻ്റെ 3 മാസങ്ങളും റജബും ഉൾപ്പെടെ എല്ലാം പവിത്ര മാസങ്ങളാണ് എന്നൊക്കെ സൂറത്ത് തൗബയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സ്വഹാബികൾ ചോദിക്കുന്നത് ആ മാസങ്ങളിലുള്ള യുദ്ധത്തെക്കുറിച്ചും നസീ ചെയ്തതാണെങ്കിൽ ആ മാസം യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? അറബികൾ നസീ ചെയ്ത് അതിൻ്റെ പവിത്രത മറ്റൊരു മാസത്തിന് കൊടുക്കും, അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യാൻ പാടുണ്ടോ? ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ ഈ 3 മാസങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം മാസങ്ങളെക്കുറിച്ച്, പവിത്ര മാസങ്ങളെക്കുറിച്ച്. അള്ളാഹു പറയുന്നു, ഖുൽ പറയുക, ഹിയ മവാഖീത്തു ലിന്നാസ് വൽ ഹജ്ജ്. ജനങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയുള്ള മാസങ്ങളാകുന്നു ഇത്. വലൈസൽ ബിർറു ബിയൻ തൗത്തുൽ ബുയൂത മിൻ ളുഹൂരിഹ. ബിറില്ല, നന്മയില്ല നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പിന്നിലൂടെ പ്രവേശിക്കുന്നത്. വീട്ടിൽ പിന്നിലൂടെ പോകുന്നതിൽ നന്മയില്ല. വലാക്കിന്നൽ ബിർറ മനിത്തക്ക. എന്നാൽ തക്വ ചെയ്യുന്നവനാണ് നന്മയുള്ളത്. വൗത്തുൽ ബുയൂത മിൻ അബ്വാബിഹ. നിങ്ങളുടെ വീടുകളിൽ അതിൻ്റെ ഫ്രണ്ടിലൂടെ നിങ്ങൾ പ്രവേശിക്കുക, അതിൻ്റെ വാതിലിലൂടെ പ്രവേശിക്കുക. വത്തക്കുള്ള, അള്ളാഹുവെ സൂക്ഷിക്കുക, അള്ളാഹുവിന് തക്വയുള്ളവരാവുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. ഇവിടെ പിന്നിലൂടെ പ്രവേശിക്കുന്നതിൽ പുണ്യമില്ല, നിങ്ങൾ മുന്നിലൂടെ പ്രവേശിക്കൂ എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇത്തിയാനൽ ബുയൂത്തി മിൻ ളുഹൂരിഹ കിനായത്തൻ അനിൽ ഉദൂലി അനി ത്വരീഖി സ്വഹീഹി. നേരായ മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നതിനെക്കുറിച്ചാണ് പിന്നിലൂടെ പ്രവേശിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നതിനുള്ള ഒരു ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. വൈത്യാനഹ മിൻ അബ്വാബിഹ കിനായത്തൻ അനി തമസ്സുക്കി ബി ത്വരീഖിൽ മുസ്തഖീം. ഫ്രണ്ടിലൂടെ നേരായ മാർഗത്തിലൂടെ വാതിലിലൂടെ കടക്കുക എന്ന് പറഞ്ഞാൽ ത്വരീഖുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ ഒരു കാര്യം അപ്രോച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. വഹാദ ത്വരീഖുൻ മഷ്ഹൂറുൻ ഫിൽ കിനായ. ഇത് വളരെ പ്രസിദ്ധമായ ഒരു രീതിയിലുള്ള ഒരു ശൈലിയാണ്. മുന്നിലൂടെ പ്രവേശിക്കൂ, പിന്നിലൂടെ പോകരുത് എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിലൂടെ അപ്രോച്ച് ചെയ്യൂ, വളഞ്ഞ വഴിയിലൂടെ അപ്രോച്ച് ചെയ്യരുത്. വളഞ്ഞ വഴിയിലൂടെ അപ്രോച്ച് ചെയ്യുന്നതിൽ തഖ്വയില്ല, നേരായ വഴിയിലൂടെ പോകുന്നതാണ് തഖ്വ എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് നസീനെക്കുറിച്ചും പവിത്രത എടുത്തു മാറ്റുന്നതിനെക്കുറിച്ചും, അതുപോലെ പവിത്ര മാസത്തിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ അങ്ങോട്ട് അതിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് അള്ളാഹു പറയുന്നത്. പ്രത്യേകിച്ച് നസീൻ്റെ വിഷയത്തിലാണ്. വളരെ വളഞ്ഞ വഴിയിൽ പവിത്രത മറ്റൊരു മാസത്തിന് കൊടുത്തുകൊണ്ട് ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത്
ശരിയാകുമോ എന്നൊക്കെയാണ് സംശയമെങ്കിൽ ഈ ഒരു വളഞ്ഞ വഴിക്കൊന്നും തഖ്വയില്ല. നേരായ രീതിയിൽ ഡീൽ ചെയ്യുന്നതാണ് തഖ്വ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഖാത്തിലു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ, അല്ലദീന യുഖാത്തിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരെ, വലാ തഅതദു, എന്നാൽ നിങ്ങൾ ലിമിറ്റ് പരിധി ലംഘിക്കരുത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അള്ളാഹു പരിധി ലംഘിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾക്കും യുദ്ധം ചെയ്യാം, എന്നാൽ ലിമിറ്റ് നിങ്ങൾ ക്രോസ് ചെയ്യരുത്. ലിമിറ്റ് ക്രോസ് ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഉംറക്ക് പോകുമ്പോൾ നിങ്ങളെ അവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, ആ സന്ദർഭത്തിൽ, അങ്ങനത്തെ ഒരു യുദ്ധ സന്ദർഭത്തിൽ നിങ്ങൾ അവരെ എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരെ അറ്റാക്ക് ചെയ്യാം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ കാണുന്നിടത്ത് നിങ്ങൾക്ക് അവരെ വധിക്കാം. വഖ്രിജൂഹും, അവർ നിങ്ങളെ മക്കയിൽ വെച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, വഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ അവർ പുറത്താക്കിയെടുത്തുനിന്ന് നിങ്ങൾക്ക് അവരെയും പുറത്താക്കാം. വൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ, ഫിത്നയാണ് കൊലയേക്കാൾ അഷദ്, കൊലയേക്കാൾ സിവിയർ ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുലുൽ ഫത്നി ഇദ്ഖാലു ദഹബ് അന്നാർ, സ്വർണം തീയിൽ പഴുപ്പിക്കുന്നതിനാണ് അസുലായിട്ട് ഒറിജിനലി ഫത്ൻ എന്ന് പറയുന്നത്. പിന്നെ അത് ഇദ്ഖാലുൽ ഇൻസാൻ അന്നാർ, മനുഷ്യനെ തീ കൊണ്ട് കരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഈ വാക്കുപയോഗിച്ചു. പീഡനം, പേഴ്സിക്യൂഷൻ, ശിക്ഷ, പരീക്ഷണം, ഈ അർത്ഥത്തിലൊക്കെയാണ് ഖുർആനിൽ ഇത് വന്നിട്ടുള്ളത്. വത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ നിന്ന് അക്രമം ചെയ്ത് ആളുകളെ മാത്രം ബാധിക്കാത്ത പരീക്ഷണത്തെ നിങ്ങൾ ഭയപ്പെടൂ. അതുപോലെ പേഴ്സിക്യൂഷൻ എന്നുള്ള അർത്ഥത്തിൽ ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീൻ, മൂമിനീങ്ങളെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നവർ, വൽ മുഅ്മിനാത്ത്, മൂമിനാത്തുകളെയും, സുമ്മലം യതൂബു, എന്നിട്ട് അതിൽ നിന്ന് മടങ്ങാത്തവർ, ഫലഹും അദാബു ജഹന്നം, അവർക്ക് നരകത്തിൻ്റെ ശിക്ഷയുണ്ട് എന്നൊക്കെ സൂറ അൽ ബുറൂജിലൊക്കെ പറയുന്നത് പോലെ പേഴ്സിക്യൂഷനാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്, പീഡനമാണ്. പേഴ്സിക്യൂഷൻ എന്നുള്ളത് അഷദ്ദു മിനൽ ഖത്ൽ, അത് കൊലയേക്കാൾ ഭീകരമാണ്. അതുകൊണ്ട് പേഴ്സിക്യൂഷൻ ഇല്ലാത്ത, നിങ്ങളെ സ്വതന്ത്രമായിട്ട് അനുവദിക്കുന്ന, നിങ്ങളുടെ മതം പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുന്നത് വരെ നിങ്ങൾക്ക് അവരെ ഫൈറ്റ് ചെയ്യാം. വൽ ഫിത്നത്തു അഷദ്ദു മിനൽ ഖത്ൽ വലാ തുഖാത്തിലുഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി ഹത്താ യുഖാത്തിലൂക്കും, മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ. അതുപോലെ പവിത്രമാസത്തിലും അവർ നിങ്ങളോട് പവിത്രമാസത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം തിരിച്ച്. മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിങ്ങളൊന്നും ചെയ്യരുത്, അവരിങ്ങോട്ട് ചെയ്യാതെ. ഫൈൻ ഖാത്തലൂക്കും ഫഖ്തുലൂഹും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരോട് അവരെ നിങ്ങൾ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ കൊല ചെയ്യാം. കദാലിക ജസാഉൽ കാഫിരീൻ, അങ്ങനെയാണ് കാഫിരീങ്ങൾക്കുള്ള ജസാ, അവർക്കുള്ള തിരിച്ചടി അങ്ങനെയാണ്. ഫൈൻ ഇന്തഹൗ ഫൈനല്ലാഹു ഗഫൂർ റഹീം, അവരിനി പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, വളരെ കരുണയുള്ള പൊറുക്കുന്നവനാണ് അള്ളാഹു. പിന്തിരിയുക എന്നുദ്ദേശിച്ചത്, ഫൈൻ ഇന്തഹൗ എന്ന് പറഞ്ഞത് അവർ മുസ്ലിമാവുക എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം യുദ്ധത്തിൽ 3 ഓപ്ഷനാണുള്ളത്. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളവരെ യുദ്ധം ചെയ്ത് കൊല്ലുകയോ പിടിക്കുകയൊക്കെ ചെയ്യുക, ക്യാപ്റ്റീവ്സായിട്ട് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് സാധാരണ ഒരു രീതി. രണ്ടാമത്തത് അവരെ പുറത്താക്കുക എന്നുള്ളതാണ്. അതാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്, വഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ പുറത്താക്കിയെടുത്തെന്ന് നിങ്ങൾ അവരെയും പുറത്താക്കുക. അതാണ് രണ്ടാമത്തത്, അവരെ പുറത്താക്കുക. മൂന്നാമത്തത് അവർ ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈനല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു വളരെ പുറത്തു കൊടുക്കുന്നവനാണ്. വഖാത്തിലുഹും, നിങ്ങൾ യുദ്ധം ചെയ്യുക അവരോട്, ഹത്താ ലാ തക്കൂന ഫിത്ന, അർത്ഥത്തിലാണ് ഫിത്ന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക. വയക്കൂന ദീനുലില്ല, അനുസരണം, നിങ്ങളുടെ ദീൻ, നിങ്ങൾ അള്ളാഹു അനുസരിച്ച് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ കഴിയുന്നത് വരെ, അല്ലെങ്കിൽ കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ അനുസരിക്കാൻ കഴിയും വിധം, അതിന് നിങ്ങൾ സ്വതന്ത്രരാകും വിധം, അവരുടെ പേഴ്സിക്യൂഷൻ ഇല്ലാത്ത ആകും വിധം, അത്തരത്തിൽ ഉള്ള ഒരവസ്ഥ ആകുന്നത് വരെ, അല്ലെങ്കിൽ ആകാൻ വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫൈൻ ഇന്തഹൗ, അവർ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ, അക്രമം ചെയ്യുന്ന ആളുകൾക്കെതിരെ അല്ലാതെ പിന്നെ യാതൊരു നടപടിയും യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. അഷഹറുൽ ഹറാമു ബിഷഹരിൽ ഹറാം, പവിത്രമാസത്തിന് പകരം പവിത്രമാസം. യുദ്ധം വിലക്കപ്പെട്ട പവിത്രമായ മാസത്തിലാണ് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ആ മാസത്തിൽ തന്നെ തിരിച്ചടിക്കുക. വൽ ഹുറുമാത്തു ഖിസാസുൻ,
പവിത്രതയുടെ വിഷയത്തിലൊക്കെ ഒരു ഖിസാസുണ്ട്, ഒരു ജസ്റ്റിസ്, ഇക്വാലിറ്റി, തുല്യത, ഒരു നിയമമുണ്ട് പവിത്രതക്ക്. പവിത്രത പരിഗണിക്കണം, പവിത്രത അംഗീകരിക്കണം. പക്ഷേ പവിത്രമായ മാസത്തിലാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈക്വലായിട്ട് നിങ്ങൾക്ക് തിരിച്ചടിക്കാം. ഫമനി അത്തദ അലൈക്കും ഫഅത്തദു, നിങ്ങളോട് അതിക്രമം ആര് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവർക്കെതിരിലും നിങ്ങൾ അതിക്രമം ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരെയും നിങ്ങൾ കയ്യേറ്റം നടത്തുക. ബിമിഥിലി മഅത്തദ അലൈക്കും, നിങ്ങൾക്കെതിരിൽ കയ്യേറ്റമുണ്ടായ അത്രയും വിധം, അത്രയും അളവിൽ. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിന് തഖ്വയുള്ളവരാകുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അറിയുക അള്ളാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്. ബാക്കി വരുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.